എല്ലാവർക്കും നമസ്കാരം. ലീല ടിപ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് എല്ലാവരും പല പല വഴിയിലായിരുന്നു. വൈകുന്നേരമാണ് എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടി വന്നത്. അപ്പോൾ ഇനി പുതിയൊരു വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ഒരു റെസിപ്പി വേണം. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. എന്നാൽ പോവാം. ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല ഇനി, പക്ഷേ അക്ക പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ്. നമ്മുടെ അക്ക ഇല്ലേ അണ്ണൻ്റെ പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് ഏതായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം. കഴിച്ച് നോക്കിയിട്ട് കുഞ്ഞൊരു പേരിട്ടോ. ഇതിന് നല്ല ഉപ്പ. ഇത് പിസ്ത. ഇതിൻ്റെ തൊണ്ട് കുറേ ഞാൻ കുഞ്ഞിൻ്റെ നിന്ന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടേ. നമുക്ക് പൂവുണ്ടാക്കാം ഇത് വെച്ച്. തൊണ്ട് കളയണ്ട. തൊണ്ട് കളയണ്ട. ഞാൻ ഇന്നാളെ പറഞ്ഞല്ലേ ഇതിങ്ങനെ ഒരു ഇതേ പതിച്ച് വെച്ചാൽ ഉണ്ടാക്കാന്ന്. പുതിയ കട ഷോപ്പ് തുടങ്ങിയിട്ട് എനിക്ക് തന്നു വിട്ടാ. പാക്കറ്റോ? ഞാനോർത്ത് ജിമ്മൻ പറഞ്ഞിട്ട് വാങ്ങിച്ചോണ്ട് വന്നായിരിക്കും. ഇപ്പൊ എന്നാ വാങ്ങിച്ചാലും വഴിയല്ല എൻ്റെ തലയില. നല്ല ഉപ്പുണ്ട്, നല്ല രുചിയുണ്ട്. ഉപ്പ് കൂടില്ല. ഉണ്ടാക്കാം. ഇത് നമ്മളെ ഉരുളക്കിഴങ്ങ് വേണം ഇതിനകത്ത് ഈ കറിക്കകത്ത് ചേർക്കാനേ. ആ 2 ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ചെറിയ കുക്കർ പണി മുടക്കിയത് കൊണ്ട് വലിയ പണിയാണല്ലോ ഇനി. എല്ലാം വലുതിനകത്ത് തന്നെ വെക്കണം. ചെറിയ തരണം മാങ്ങ. അതിൻ്റെ വാഷറൊന്ന് മാറ്റിയിട്ടാൽ മതിയായിരിക്കും. എന്നിട്ട് 2 കിഴങ്ങ് പുഴുങ്ങിയിട്ടുണ്ടേ. എനിക്കറിയാം ഇത് ലാസ്റ്റ് എടുത്താൽ മതിയെന്ന് ഞാൻ ഓർത്തായിരുന്നു. കിഴങ്ങ് പുഴുങ്ങിയത് കണ്ടാൽ ചിലപ്പോൾ കറി ആകുമ്പോൾ പുഴുങ്ങിയത് കാണുന്ന പോലെ അല്ലേ? കറി വെക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ഇത് കാണുമല്ലോ. ഇനി അടുത്തത് ഇതിൻ്റെ മെയിൻ സാധനം തൈര് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുത്തേക്കാം. ഈ ബൗളിനകത്ത് ഒഴിച്ചാൽ പോരെ? അതിനകത്ത് ഒഴിച്ചാൽ മതി. കുറച്ചുകൂടെ ഒഴിച്ചോ. മതിയായിരിക്കും. കുപ്പിക്കകത്തല്ലേ? തൈര് നമ്മൾ ഉറ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് തൈരായില്ല. അത് നാളത്തേനാവും. അത് സവോള വേണോ? ഒരു സവോളയും വേണം. നിങ്ങളുടെ റെസിപ്പിക്ക് എന്നതൊക്കെയാ വേണ്ടിയെന്ന്? ഒരു സവോളയും മല്ലിയില ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് കഴുകിയെടുക്കാം. പേരില്ല റെസിപ്പി. ഇതൊന്ന് കഴുകിയെടുക്കണം. മല്ലിയില അത് മുറവിങ്ങനെ മുറവിപ്പത്തര നമുക്ക് സവോള എന്നായിരിക്കും എടുക്കാം. നമുക്ക് തൈരിനകത്തോട്ട് അതിന് ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ട് ഇളക്കി എടുക്കാവേ. മുളക് പൊടി എരിവിന് വേറൊന്നും ചേർക്കുന്നില്ല. അപ്പം മുളക് പൊടി തന്നെ ചേർക്കണം. 1 സ്പൂൺ ഇട്ടേക്കാം. മുളക് പൊടി അതിനുള്ള ഉപ്പും കൂടി ഇട്ടോ. ഉപ്പ് ഇച്ചിരി കൂടി ഇട്ടോ. കിഴങ്ങിന് ഞാൻ ഉപ്പിട്ടില്ല. കിഴങ്ങിൻ്റെയും കൂടെ ഉപ്പ് ഇതിനാണോ? മിക്സ് ചെയ്ത് അങ്ങോട്ട് നീക്കി വെച്ചേക്കാം. കുഞ്ഞിൻ്റെ അലങ്കോലപ്പണിയാണോ കുഞ്ഞി അടുക്കളയിൽ ഇതൊക്കെ? മറ്റേ ഇത് മണി പ്ലാന്റോ? ബൗളൊക്കെ ഇവിടെ വന്നു. രസമല്ലേ കാണാൻ? കൊള്ളാം, അടിപൊളിയാ. ഇത് അതിനകത്ത് കുറേ കല്ലുകളില്ലായിരുന്നോ കളറുള്ളേ? അതെന്തേ? ഉണ്ടോ? ഉണ്ട്, കുറച്ചേ ഉള്ളത്. പോയി. ഞാൻ കഴുകിയപ്പോൾ ഒരു ബൗൾ പൊട്ടിപ്പോയി. ചെറുത്. അത് നല്ലതായിരുന്നു. അതിൻ്റെ അകത്തായിരുന്നു കല്ലല്ല, അതെല്ലാം പോയി. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. മാറ്റി വെക്കുവാണോ? അതങ്ങ് മാറ്റി വെക്കാം. സവോളയോ? അതെല്ലാം ചേർക്കാനുള്ളത് അതിനകത്ത്. ഇനി എന്നാ അടുത്ത പരിപാടി? നീ കിഴങ്ങ് പൊളിച്ചെടുക്കാം. ഇനി കിഴങ്ങ് പൊളിക്കണം. പൊളിച്ചു തരാവോ? അളവ് കുറയരുത്. കുറയാതെ പൊളിച്ചു തരാവോ? പൊളിച്ചതാ. കുഞ്ഞ് കിഴങ്ങ് പൊളിക്കുന്നുണ്ടേ. പൊളിക്കുന്ന കിഴങ്ങ് എങ്ങോട്ടാ പോകുന്നതെന്നൊന്ന് നോക്കിയേക്കണേ. കുഞ്ഞിക്ക് കിഴങ്ങ് കണ്ട പുഴുങ്ങിയ അന്നേരം തിന്നണം. വർക്കിംഗ് ഫ്രീ ഒന്നുമല്ലോ. ഒരു കിഴങ്ങ് വർക്കിംഗ് ഫീ ആയിട്ട് എടുക്കും. ഇങ്ങനെയാണെങ്കിൽ കുറെ സമ്പാദിക്കുമല്ലോടാ. പിന്നെ ഇതിപ്പോ ആകും. വലിയ താമസമൊന്നുമില്ല. ഇപ്പൊ ശരിയാക്കി തരാം. ആരെ? അതിന്
1 മണിക്കൂറൂടെ കഴിയും ഇറങ്ങി വരണമെങ്കിൽ. ഉള്ള പണിയെല്ലാം തീർന്ന് ഫുഡെല്ലാം മേശപ്പുറത്താകുമ്പോഴേ വരത്തുള്ളൂ. അത് കുളിക്കാൻ കയറിയ എന്നും ഇങ്ങനെയല്ലേ? എന്നാ ചെയ്യാനെന്നുള്ള. തേച്ച് കുളിക്കണ്ടേ? പിന്നെ ഫാസ്റ്റ് ആയിരിക്കും. ഒരാളാണെങ്കിൽ കുളിക്കാൻ കയറിയ 1 കപ്പ് വെള്ളം ഒഴുക്കി അപ്പം തന്നെ ഇറങ്ങുക. അപ്പം പറയും തേച്ച് കുളിക്കുകയല്ലത് അല്ലേടാ? ഒരാൾ കയറിയ താമസമാണെങ്കിൽ അപ്പം പറയും 4 മണിക്കൂറെന്ന്. എന്നാ ചെയ്യാനാ? ഫ്രീ ആയിട്ടാണെ വർക്കിംഗ് വ്യൂ ഒന്നും തരത്തില്ലേ? ആ കറി വെച്ചിട്ട് തരാം. ഞാൻ പണിതാലേ വർക്കിംഗ് വ്യൂ ഉള്ളൂ. ഇത് കറിയാക്കിയിട്ടങ്ങ് തരാം വർക്കിംഗ് ഫ്രീ ഒക്കെ. എനിക്ക് മറ്റേ ഇന്നലെ നമ്മൾ ഈയിടെ പറഞ്ഞ പോലെ മറ്റൊരു ഹോട്ടലൊക്കെ തുറന്നൊക്കെ കിഴങ്ങൊക്കെ പൊളിക്കാനായിട്ട് നിർത്താം. അതെ, അല്ലേ നീ? ഒരു അസിസ്റ്റന്റിന്റെ പോസ്റ്റ് തരാം. നിൽക്കുന്നോ? അതിന് റെസ്റ്റോറൻറ്റ് അവിടെ തുടങ്ങിയാലോ? ഫ്രീ ആയിട്ട് നീ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുത്തേക്കാം. അവിടെ ചെറിയ പ്രൊഫഷണൽ ഷെഫ് ഈസ് ഹിയർ. അറിഞ്ഞു പോലെ പാത്രത്തെ കൊള്ളാതെ മുറിക്കണം കേട്ടോ. പാത്രത്തെ സ്ക്രാച്ച് വീഴാൻ പാടില്ല. ഇങ്ങനെ ചെറുതായിട്ട് മുറിക്കണം. മുറിച്ചു. ഇങ്ങനെ ഇങ്ങനെ. ആ ഇത് പഠിച്ചിരിക്കുവാണെങ്കിൽ നിനക്ക് പെട്ടെന്ന് തന്നെ കറി ആരും ഇല്ലെങ്കിലും ഉണ്ടാക്കി തിന്നാം കേട്ടോ. അതെ. ഞാൻ ഒരു മുട്ട ഒരുക്കി വെറുതെ എല്ലാത്തിനെ കഷ്ടപ്പെട്ട് ഇതൊക്കെ. അതെ, അത് കൊള്ളാം. അതാകുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടതുവാ എളുപ്പമോ അല്ലേ? പെട്ടെന്ന് തന്നെ റെഡി ആയിരിക്കും. അതവിടാന്ന് മുറിക്കുക. അച്ചമ്മച്ചിയൊക്കെ ആണെങ്കിൽ ഇതുണ്ടല്ലോ നല്ല ഫാസ്റ്റായിട്ട് മുറിച്ചു പോകും. അതെ, അതൊക്കെ 10-75 വർഷമായല്ലേ? 10-75 വർഷത്തെ എക്സ്പീരിയൻസ് അല്ലേ? അതുകൊണ്ടാ കുഴപ്പമില്ല. ഇത്രയും പോലെ ആ മതി മതി. ഇതാണോ പറഞ്ഞ അറിയത്തില്ലെന്ന്. ഞാൻ വേണം ഇങ്ങനെ ഇങ്ങനെ മുറിക്കാം. എങ്ങനെ വേണമെങ്കിലും മുറിച്ചു, അത് കുഴപ്പമില്ല. ഇതിനകത്ത് പൊടിച്ചാൽ നമ്മൾ ചേർക്കുന്നത്. പൊടിച്ചെന്ന് പറഞ്ഞാൽ ഇളക്കി കഴിയുമ്പോൾ അത് പൊങ്ങി പൊങ്ങി വരുന്നേ ഓരോരുത്തർക്ക്. അതിലോട്ട് പിടിച്ചോ. കിഴങ്ങിനൊരു പശയുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ വരുന്നത്. ഞാനായിരുന്നു ഇപ്പം അത് മുറിച്ച് കഴിഞ്ഞാൽ. അതെ പോയി പറഞ്ഞു പോയി. ഉപ്പുണ്ടോടാ അതിന്? പറഞ്ഞേ കാക്ക ഇതിലും ഇത്ര സ്പീഡിൽ കൊണ്ടുപോകുക. ഒരു കഴിക്കാത്ത കഷ്ണം പോയ പോക്കുണ്ടോ? ഇത്ര ഫാസ്റ്റായിട്ടാ വായിക്കാത്തത്. അതങ്ങനെയല്ല, കുഞ്ഞ് പൊളിക്കാൻ മാത്രമേ ഏർപ്പെടുത്താവുള്ളൂ, മുറിക്കാൻ ഏർപ്പെടുത്തരുത്. ഉപ്പുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഉപ്പിട്ടില്ലായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കളിയാക്കാൻ ചോദിച്ചാണോ? അല്ല, ഞാൻ മറന്നുപോയടാ, അതുകൊണ്ട് ചോദിച്ചതാ. ഇട്ടായിരുന്നോന്ന് എനിക്കൊരു സംശയം. അച്ചമ്മച്ചയെ കൊണ്ട് ഞാൻ തൈരിനകത്ത് ഇതിനും കൊണ്ടുള്ള ഉപ്പ് ഇടിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സംശയം തോന്നി. അത് സാരമില്ല, എങ്ങനെയല്ലോ ഒക്കെ വെട്ടിക്കണ്ടിച്ചു. എന്നാ എടുത്താലും ചന്തം വേണം. ഒരു പൊട്ടൊക്കെ തൊടിച്ച് ഉരുളക്കിഴങ്ങിന് അടി ചൊരുക്കി വേണം വെട്ടിക്കിഴങ്ങി അല്ലേ? കൊള്ളാം. മുറിക്കുന്ന ആളിനെ ചന്തം വേണ്ടത്. മതി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി നമ്മൾ എന്ത് ചെയ്യും? അല്ലയ്യ, ഇനി നമുക്ക് കിഴങ്ങ് പിന്നെയും പോയി. ഇനി നമുക്ക് ഇതെല്ലാം കൂടി അതിനകത്തോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എനിക്കേ ഇത് കാക്കക്കൂടിനകത്ത് കൊന്നവരാണല്ലോ ഇവനെ നിർത്തിയാല്. ഏതാ ഇതോ? ഇതൊക്കെ ഉടച്ചെടുക്കാല്. ഇതൊന്ന് ഉടച്ച് തീരാറായി. കുറച്ചുകൂടെ വലിയ പീസൊക്കെ. ഇതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാതെ അച്ചമ്മച്ചി മാറി മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. അച്ചമ്മച്ചിക്ക് എന്തോ സംഭവം ഇതുങ്ങൾ എന്നതായി കാണിക്കുന്നതെന്ന് ആലോചിക്കുന്നു. ഞങ്ങളാകെ 2 ഉരുളക്കിഴങ്ങ് വെച്ചുണ്ടാക്കുന്ന അവിടെ 10-200 ഉരുളക്കിഴങ്ങൊക്കെ പൊളിക്കുന്ന മാസ്റ്റർ ഷെഫിന്റെ തന്നെ കാണിക്കാനാ. ഇതൊക്കെ ചെറിയ കാര്യം, പിള്ളേരുടെ കാര്യം. ഇവരുടെ ഇടയ്ക്ക് പോയി എനിക്കും എടുക്കാനുള്ള ഇല്ല. മാറി ഇന്നെല്ലാം ഒന്ന് കണ്ടു ചേർക്കുവാണെങ്കിലേ പണിയെടുക്കാതിരിക്കാം. മതിയോ? മതി. ഞാൻ ഇതിനകത്തേക്ക് കുഴഞ്ഞിട്ടോ. പിന്നെ പണിയെടുക്കുന്നവർക്കാണെ വേർക്കും ഇട്ടോ. താഴക്കളയല്ലേ? അതെനിക്കറിയത്തില്ല. താഴക്കളയാതെ. നീ അത് മനഃപൂർവ്വം കളഞ്ഞതാണെന്ന് എനിക്കറിയാം. അല്ല, ഞാൻ താഴെ പോയി തിന്നാറില്ല. നീ ഇത് ഇളക്കണോ? ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി എടുത്തോ. അപ്പൊ കപ്പയും തൈരും മറ്റേ മുളകും. തൈരുമുളക് അല്ലേ? തൈരുമുളകും കപ്പയും പോലെ.
എനിക്ക് അതേപോലെ ഇത് തോന്നി. തന്നെയാണോ ഇത് അത് തന്നെയാണോ ഈ set ചെയ്ത് തരാൻ പോകുന്നത്? പറഞ്ഞത് തമിഴിലായോണ്ട് ഇനി അല്ല ഇത് വേറെ അത് വേറെ. അതിന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും ആ മല്ലിയിലയും കൂടി ഇട്ടേടാ. ഇത് ഐറ്റം വേറെയാണോ? ഐറ്റം വേറെ. നിങ്ങൾ രണ്ടും ഒരുമിച്ച് പറ. രണ്ടും ഒരുമിച്ചാണോ ഇട്ടേ? അതങ്ങിട്ട് സബോള ഇട്ട് ഇളക്കിയിട്ട് ആ, ഇതെല്ലാം താഴെ അമ്മ അത് കളഞ്ഞതാ കണ്ടോ. ചെറിയ പാത്രത്തിലായതുകൊണ്ട് താഴെപ്പോയത്. നീ നല്ലപോലെ ഇളക്കി ഇതിന് വലിയ മല്ലിയിലും കൂടെ ഉണ്ടോ അല്ലേ? വെറുതെ എന്നത്തിനാ വേറെ ഞാൻ ഉപ്പ് നോക്കാൻ വരണം. വേണ്ട. ഞങ്ങൾ ആദ്യം കഴിച്ചു നോക്കട്ടെ. അതെ. അല്ല, നമുക്ക് ആദ്യം കൊടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞിട്ട് കഴിക്കാം. അതെ. ഇത് ട്രൈ ചെയ്യുമ്പോൾ ബാക്കി ഞങ്ങൾക്ക് തരാൻ കാണുമോ? ഞങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ബാക്കി ഉണ്ടേ തരാം. ഞാൻ ഇളക്കട്ടെ. ഇളക്കിട്ട് പിന്നെ മത്തി വീതം വെച്ച പോലെ ആകരുത്. നന്നായിട്ട് ഇളക്കി ഇച്ചിരി തൈരും കൂടെ ഒഴിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒഴിക്കാം. കിഴങ്ങ് ഇച്ചിരി കൂടിപ്പോയല്ലേ? ഇച്ചിരി കൂടെ ഒഴിച്ചു. ഇനി വേണേ ഇത് പിടിച്ചത് മതിയോ? പുളി കുറവുണ്ട്. ഇനി തന്നെ കാണിക്കും നിങ്ങള്. അതാണ് എന്റെ ഡൗട്ട്. ഇനി ഇതെന്നാ കാണിക്കുന്നത്? അയഞ്ഞിരിക്കാനാണെങ്കിൽ ഇച്ചിരി ഇത് കൂടി ഒഴിച്ചോ. ഇത് പട ചൂടുന്ന മാവ് പോലെ ഇനി ഇതെന്നാ കാണിക്കുന്നത്? ഉപ്പുണ്ടെന്ന് നോക്കിയാൽ ഇതിന് ഇങ്ങനെ ഇതിന്ന് എടുത്ത് ഇച്ചിരി കഴിച്ചു നോക്കി ഉപ്പുണ്ടാകും. അവിടെ പുറകിൽ ആളുടെ മറ്റേ BP കൂടുതലുള്ള ആളുകളുണ്ട്. അവിടെയും കൊടുക്കും ശകലം. ഉപ്പുണ്ടോന്ന് എന്നതാ ഉള്ളേ? ഒന്നും പറയുന്നില്ലല്ലോ. ഉണ്ട്, ഉപ്പുണ്ട്. നാരങ്ങ അരിഞ്ഞ് ഒഴിച്ചോ? എടാ തൈരിന്റെ പുളിയായത്. നാരങ്ങയുടെ അല്ലേ? അല്ല, അവിടുത്തെ നാരങ്ങയുടെ പുളി ഉണ്ടാവും. കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല, നല്ല. ഇനി എണ്ണയും കൂടെ ഊറ്റി. ഇനി ഇതിനകത്ത് എണ്ണ മൂപ്പിച്ചൊഴിക്കണം. കുഞ്ഞ് ജനിച്ചിട്ട് വെച്ച എണ്ണ മൂപ്പിച്ചൊഴിക്കാം. ഞാൻ എണ്ണ ഒഴിക്കണോ? എണ്ണ ഒഴിച്ചോ. കണ്ടോ? അപ്പൊ ഇന്നത്തെ മാസ്റ്റർ ഷെഫ് കുഞ്ഞിയാ. ഓ പൊന്നോ, ഒത്തിരി എണ്ണ വേണ്ട കേട്ടോ, കുറച്ചെണ്ണ മതിയേ. ആ 2 ഉരുളക്കിഴങ്ങ് പൊളിച്ചതിന്റെ മാസ്റ്ററാണ്. ഇച്ചിരി കൂടെ കേട്ടോ. മതി അല്ലേ? ഞാനതിലെ മാസ്റ്റർ അല്ലേ? അതെ. മാസ്റ്റർ. ഇനി എന്നെ കടുക് ഇടണം. കടുക് 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 ഇതാ കടുക്. കടുകിടൂ. ഇത്ര മതിയോ? എണ്ണ ചൂടായി ഇത്ര മതിയോ? ആ അത്രയും വേണമെന്നില്ല, കുറച്ചോ. ഇത്ര ആ ചൂടായില്ല എണ്ണ? ചൂടായി. എന്നതാ ഓടിയേ? കറിയിട്ടിട്ട് ബോംബ് ഇടുന്നവരാണല്ലോ. പൊട്ടിത്തെറിച്ചാലും പൊട്ടിത്തെറിക്കും. കടുക് ഏതായാലും പൊട്ടിത്തെറിക്കും എണ്ണയ്ക്കകത്ത് വീഴുമ്പോ. വറ്റൽമുളക് കൂടെ അത് മുറിച്ചിട്ടു. ഉള്ളിയും കൂടി ഇടാം. ഞാൻ തോരൻ കറിക്കൊക്കെ കടുക് വറുത്തിടുമ്പം ഉള്ളി ഇടുകയില്ല. ഇനി എന്നാ? ഇനി അത് തീ ഓഫ് ചെയ്തിട്ട് ഇച്ചിരി ചൂട് കുറഞ്ഞ് കഴിയുമ്പോൾ ശകലം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇടണം. എനിക്കത് നോക്കട്ടെ ഉള്ളി. അപ്പൊ തീ കൂട്ടിയിട്. ഇപ്പൊ കരിഞ്ഞു പോകലേ. ഇളക്കണം. നോക്കണമെങ്കിൽ ഒരുപാട് തീ കൂട്ടിയിടരുത്. തീ കണക്കിന് കിടക്കും. മീഡിയം ഫ്ലെയിമില്. നീ അമ്മമ്മ ഉണ്ടാക്കുന്ന പോലെയാണല്ലോ. അമ്മമ്മ എല്ലാ സാധനം തീ കൂട്ടി വെച്ച് പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ട് തീ കൂട്ടി വെക്കുന്നതാ. എന്നിട്ടത് കഴിച്ചും കളയും. നോക്കിയടാ ആ എന്നതാന്നോ? നീ കഴിച്ചു നോക്ക്. കഴിഞ്ഞ് ഞാൻ ചെയ്യാം. ഇന്നത്തെ റെസിപ്പിയാ. ഇനി കൊച്ചതിന്റെ തീ കുറയ്ക്കാനായോ? ആ തീ നിർത്തട്ടെ. ഓഫ് ചെയ്തോ? കത്തിക്കോ. മൂത്തില്ലല്ലോ ഉള്ളി ഇച്ചിരി. മതി, അതിപ്പം മൂക്കും. ആ ചൂടിൽ മൂക്കും. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? എന്നാടാ നല്ലതാന്ന് പറ. നല്ലതാന്ന് പറയണം. അത് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സാധനങ്ങളാ. അപ്പൊ പിന്നെ നല്ലതാന്ന് പറഞ്ഞു. അതാണ് കപ്പയും തൈരും. ഇത് ഇങ്ങനെ തന്നെ വിശ്വസിച്ചോ? ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളക് പൊടി കേട്ടോ. ഇതിൻ്റെ അകത്തോ? അത് പൊട്ടിത്തെറിക്കുവോ?
ഇല്ല. മുളക് പൊടിയും കൂടി ഇട്ടു. എന്തോ ഇളക്കണ്ടേ? ഇളക്കിക്കോളൂ. ഇതിപ്പോ എന്നത്തെമ്പോ ഇല്ല, കളറ് മാറി കേട്ടോ. ഇത് കണ്ടോ, കളർ മാറിയൊന്നുമില്ലേ? ഇനി എന്താണ് അടുത്ത? ഇത് ഇനി ഇത് അതിനകത്തോട്ട് ഒഴിക്കണം. ഇത് പിടിച്ചോ. മൂത്തില്ലേ? ചൂടെണ്ണയ്ക്കകത്തോട്ടല്ലേ ഇട്ട്, അതുകൊണ്ട് മൂത്തു. കളയല്ലേ? പ്രൊഫഷണൽ ഷെഫിന്റെ അടുത്ത നീക്കം എല്ലാരും കാണുക. അതിനകത്തോട്ട് ഒഴിച്ചോളൂ. ഇവര് പറയും ഞാൻ ചെയ്യും, പക്ഷെ ഞാനാ പ്രൊഫഷണൽ ഷെഫ്. പണിയെടുക്കാൻ ഞങ്ങളും, ക്രെഡിറ്റ് മുഴുവൻ നിനക്കോ? ഇളക്കട്ടെ? ഇളക്കി. എല്ലാത്തിനെയും അങ്ങനെ മിക്സിങ്ങിലാണ് കാര്യം കേട്ടോ. മിക്സിങ്ങിലാണ് കാര്യം എല്ലാ ഫുഡും. കുഞ്ഞു പറഞ്ഞ മതിയാക്കിയോടാ. ആ, അതിനെ പറ്റി എല്ലാം പുറത്തു പോവാ. നീ എന്നാ ചെയ്യുന്നേ? ഇത് ഇത്രേ ഉള്ളൂ. ഇപ്പൊ മിക്സ്ചർ ആയില്ലേ? ഇതെങ്ങനെ തിന്നാനാണോ? ഇത്രേ ഉള്ളൂ. ഇതാണോ കറി? ഇതാ കറി. ചോറിന്റെ കൂടെ ചോറിന്റെ കൂടത്തിൽ ചപ്പാത്തിയുടെ കൂടത്തിലൊക്കെ നല്ല പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. ഇതിലൊക്കെ എന്നെ എളുപ്പം ഒരു മുട്ടയെടുത്ത് ഓംപ്ലേറ്റ് അടിക്കുന്നേ. എന്നാലും അത് കിട്ടൊരു കളിയില്ലല്ലേ? പ്രോട്ടീൻ ഉണ്ടത്. തൈര് വിറ്റാമിൻ ഉള്ളതാണ്, ഉരുളക്കിഴങ്ങ് വിറ്റാമിൻ ഉള്ളതാണ്, പിന്നെ സവോള കഴിക്കേണ്ടതാണ്. പിന്നെ ഉള്ളത് ഇതിനകത്ത് എല്ലാം ഉണ്ട്. എന്നേലും കാണൂലോ. അതെ, അതൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാനാണ്. ടേസ്റ്റ് കറി, നമ്മുടെ കറി നമുക്ക് കുഞ്ഞിക്ക് കൊടുത്താൽ ആദ്യം ഞാൻ പരീക്ഷിക്കാം. തിന്നൂല, വാരി തരണം. അതിനകടാ കയ്യെ പറ്റുമോ അതിന്റെ? തൈരല്ലേ? അല്ല, ഒറിജിനൽ ടേസ്റ്റ്. ഓഹോ, എനിക്ക് ഫസ്റ്റ്. ഇതേ ഉണ്ടാക്കി ആൾക്ക് ആദ്യം കൊടുത്തു നോക്കാം, ടേസ്റ്റ് പറയട്ടെ. അവനാ ഉണ്ടാക്കി പകുതി. അങ്ങനെ കളിയാക്കാതെ. ഞാൻ ഉണ്ടാക്കിയൊന്നും പറയല്ല, കൊള്ളാം, സൂപ്പർ സാധനം. ആണോ? കുഞ്ഞിക്ക് നല്ലല്ലേ? കൊള്ളുവല്ലേടാ? നിങ്ങൾ തിന്നണ്ട, നോക്കോ, തിന്നണ്ട. ഇത് എന്നാന്നറിഞ്ഞാ നീ കൊള്ളാന്ന് പറയും. നീ ഇത് എന്നാന്നോർത്താ കൊള്ളത്തില്ലെന്ന് പറഞ്ഞേ? തൈര് ഉരുളക്കിഴങ്ങുണ്ട്, അപ്പൊ കൊള്ളാല്ലേ? സെറ്റാണോ? കൊള്ളാവോ? അപ്പൊ ഇതിനകത്ത് ഒരുത്തം മാത്രമേ ഉള്ളൂ ഒരു ചെറിയ, അത് അവനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് പോപ്പി പറഞ്ഞു, ഓ ഇങ്ങനെ കൊള്ളത്തില്ല. അവനെ ഒന്ന് ആക്കിയതാ. അതെ അതെ അതെ. കഴിച്ചു വാങ്ങി, കഴിച്ചു വാങ്ങി. കഴിച്ചോളൂ. എങ്ങനുണ്ട് സംഭവം? എങ്ങനുണ്ട്? ഇത്ര നാളായിട്ട് വാരി കൊടുക്കാൻ പഠിച്ചിട്ടില്ലേ? ഇതാണോ പറഞ്ഞേ കൊള്ളുവല്ലെന്ന്? ഇത് കൊള്ളാം, ഞാൻ കഴിച്ചോളൂ. അപ്പൊ നല്ല സൂപ്പർ അല്ലേ? അതിന്റെ കൂടെ എല്ലാം ചേർത്ത് നല്ല അടിപൊളി ടേസ്റ്റാ കേട്ടോ. നല്ല ടേസ്റ്റാ, സൂപ്പർ സാധനം. ഇന്ന് ചെറിയൊരു തണുപ്പുണ്ടല്ലേ? ചെറിയ മഴക്കോളുണ്ട്, പക്ഷെ മഴയൊന്നും ഇവിടെ പെയ്യല. മഴ പെയ്യുന്ന ചെറിയൊരു കാറ്റും തണുപ്പൊക്കെ. ചെറിയതായിട്ടൊരു കാറ്റൊക്കെ ഉണ്ട്. ആവിയൊന്നും ഇല്ല. ഏതായാലും കുറച്ചു നേരം ഇവിടെ നിൽക്കാം, നമുക്ക് കാറ്റൊക്കെ കണ്ടിട്ട് പോയി കിടക്കാം. തണുക്കട്ടെ. എവിടെ പോയായിരുന്നു? ഞാൻ അത്താഴം കഴിഞ്ഞ് അരക്കാതെ നടക്കാൻ പോയതാ, കാരണം മോൻ അങ്ങനെ പറഞ്ഞേക്കുന്നത്. വയറ് കുറയ്ക്കാനുള്ള ഐഡിയ അല്ലേ, ഞങ്ങൾക്കറിയാം. ഗേറ്റ് അടയ്ക്കാൻ പോയതാ. വീണ്ടും ഒരു വീഡിയോയുമായി ഉടനെ കാണാം.